ഇതിപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട് കേട്ടോ. കൊച്ചിൻ്റെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ, അതുപോലെ ഈ ക്ലോത്തിൻ്റെ ഡയപ്പറും പാടെല്ലാം ഞാനിങ്ങനെ ചെടിയുടെ മുകളിൽ കൂടെ ഇടാറുണ്ട്, പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടേ. പക്ഷേ ഇത് പലപ്പോഴും അബദ്ധമാവാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ മാസന്മാറിയുടെ മുകളിലായിരുന്നു കേട്ടോ വിരിച്ചിട്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു കൊമ്പ് ഇടിഞ്ഞു പോയി കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറായിരുന്നു. അതുപോലെ കഴിഞ്ഞ ദിവസം ഇതെൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു ചെടിച്ചട്ടി. നല്ല ബുഷിയായിട്ട് ഇരുന്നതായിരുന്നു അതിനകത്ത് ആ ചെടികളെല്ലാം. പക്ഷേ അത് വീണ് പൊട്ടിയതോടെ അത് ആകെപ്പാടെ താറുമാറായിപ്പോയി. മാസന്മാരിയുടെ കളക്ഷൻസ് നമുക്കിവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നേരത്തെ അമ്മ ഇതൊക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുമായിരുന്നു കേട്ടോ. നമുക്കിവിടെ 11-12 കളേഴ്സ് ഉണ്ട്. ഇതും മാസന്മാരിയുടെ കൂട്ടത്തിൽ വരുന്നതാണെന്നും പറഞ്ഞ് അമ്മ ഇവിടെ കൊണ്ട് നട്ടതാണേ. പക്ഷേ എനിക്ക് മറ്റു മാസന്മാരികളെ അപേക്ഷിച്ച് ഇതിനോട് വലിയ താല്പര്യമില്ല. ഇത് കാട് പിടിച്ച പോലെ അങ്ങോട്ട് വളരും കേട്ടോ, പൂവൊന്നും ഉണ്ടാവാറില്ല. ഇത് വേറൊരു കളറാണേ. പിന്നെ ചില കളേഴ്സൊക്കെ വെയിൽ കൊള്ളുമ്പോൾ കളർ മാറി വരാറുണ്ടേ. വെയിലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ നല്ല വെയിലുള്ള സമയത്തും നമ്മുടെ വീടിന്റെ മുമ്പിലുള്ള ഈ ഒരു പാറക്കല്ലുണ്ട്, അവിടെ വന്നിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സുഖമാണ്. നല്ല കാറ്റും പിന്നെ ആ പുളീന്റെ ഭാഗത്തുള്ള ആ തണല് കാരണം നമുക്ക് വെയിലൊന്നും അടിക്കില്ല കേട്ടോ. നല്ല രസമാണ്. താഴത്തേക്ക് നോക്കുമ്പോൾ ആറും അതിന്റെ എരമ്പലും എല്ലാം കൂടെ മൊത്തത്തിൽ അടിപൊളിയാ.